ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നൊരു പ്രത്യേക മൂഡേനു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുറേ കാലം മുമ്പില്ലേ എൻ്റെ വീട്ടിൽ ചെടികളും പൂക്കളെല്ലാം ആയിട്ട് നിറഞ്ഞിട്ടുണ്ടേനു. അതിങ്ങനെ നോക്കി നടത്താനും അതിന് വെള്ളം നനയ്ക്കാനെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അങ്ങനെ പോയി കുറേ കാലം കഴിഞ്ഞേരം മെല്ലെ മടുപ്പ് വന്ന് വേനൽക്കാലമെല്ലാം ആകുമ്പോഴേക്ക് അതിങ്ങനെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടില്ലെങ്കിലേ അതിനുണ്ടാകുന്ന മാറ്റങ്ങളും എന്താ പറയുക, നമ്മൾ ശ്രദ്ധിക്കാതെ നിൽക്കുമ്പം നമ്മൾ ഇത്രയും കാലം നനച്ചതൊക്കെ വെറുതെ ആയിപ്പോയി എന്നുള്ളൊരു തോന്നൽ വരും. അങ്ങനെ ആയപ്പോൾ മെല്ലെ അങ്ങനെ അവസാനിപ്പിച്ചിട്ടുണ്ടേനു. ഇപ്പം കുറച്ച് ദിവസങ്ങളിലായിട്ട് ഓരോ ചെടികളും എല്ലാം ആയിട്ട് ഇങ്ങനെ വാങ്ങി കൊണ്ടുവരുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ചെടികൾ ഉണ്ടാകുമ്പോഴില്ലേ, നമുക്ക് അതിനിങ്ങനെ വെള്ളം നനച്ചിട്ടും അതിങ്ങനെ നോക്കി നടത്താനെല്ലാം നമ്മൾ മനസ്സിൽ കിട്ടുന്ന ആ ഒരു സന്തോഷമില്ലേ, അത് വേറെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഓരോ ചെടികളെല്ലാം വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അകത്ത് വെക്കേണ്ട ചെടിയെല്ലാം എടുത്തിട്ട് പുറത്ത് വെക്കേണ്ടത് എടുത്തിട്ട് അകത്തും വെക്കും. ഇപ്പം ഞാൻ ആന്തോറ എടുത്തിട്ട് എൻ്റെ റൂമിലേക്കൊന്ന് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടേനു. അത് ഞാൻ റൂമിൽ വെച്ചിട്ട് എത്രത്തോളം ഇനി വളരും എന്നൊന്നും അറിയില്ല കേട്ടോ. പക്ഷേ ഇത് രാവിലെ എണീറ്റ് വരുമ്പം ഇങ്ങനെ കാണുമ്പം മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. എനിക്ക് ഔട്ട്ഡോർ പ്ലാന്റ്സിനേക്കാളും കൂടുതൽ ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇഷ്ടം. എന്താണെന്ന് വെച്ചാൽ ഞാൻ അധികം ടൈമും വീട്ടിൻ്റെ അകത്താണ് ഉണ്ടാകുക. മുറ്റത്തൊക്കെ ഇറങ്ങൽ വളരെ കുറവാണ്. അപ്പോൾ മുറ്റത്ത് ഇങ്ങനെയുള്ള ചെടികളൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. ഗാർഡനിൽ അങ്ങനെയൊന്നും താല്പര്യമില്ലായിട്ടില്ല. പിന്നെ അത് അങ്ങനെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അങ്ങനെയാണ് ഞാൻ അകത്തുണ്ടാകുന്ന ചെറിയ ചെറിയ പ്ലാന്റ്സ് എല്ലാം ഇങ്ങനെ നോക്കി നടത്താനും പിന്നെ അതേപോലെ തന്നെ നമ്മളിങ്ങനെ നടക്കുന്നിടത്തും എല്ലാം ഇങ്ങനെ പച്ചപ്പെല്ലാം കാണുമ്പം അതൊരു വേറെ തന്നെ രസമായിരിക്കും കേട്ടോ. അങ്ങനെ ഇപ്പം അങ്ങനെയെല്ലാം വിചാരിക്കുന്നുണ്ട്. ഇനി എത്ര നാൾ ഇതുണ്ടാവും എന്നൊന്നും അറിയില്ല. സ്ഥിരമായി ചെയ്യുന്നൊരു കാര്യം 1-2 ദിവസം ഗ്യാപ്പ് വരുമ്പം പിന്നെ എന്തായാലും ആർക്കാലും ഒരു മടിയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയെല്ലാം ആയിട്ട് അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇനി ഇന്നത്തെ വേറൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറേ നാളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നിങ്ങനെ വിചാരിക്കുന്നു. പിന്നെ ഇടയ്ക്കെല്ലാം നമുക്ക് മധുരമുള്ള എന്തെങ്കിലും കഴിക്കാൻ തോന്നില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടേനു ബ്രൗണി ആയിട്ട് ഉണ്ടാക്കാം. അങ്ങനെ ബ്രൗണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1-2 തവണ ഞാൻ ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ടേനു. അതും ഞാൻ ഡയറി മിൽക്കാണ് വാങ്ങിയത്. അപ്പോൾ അത് വാങ്ങിയാൽ അത് വെച്ച് ഉണ്ടാക്കാൻ നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ കഴിക്കല്ലാതെ അത് വെച്ച് ഉണ്ടാക്കൽ എന്തായാലും നടക്കില്ല. അതുകൊണ്ട് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റാക്കി തന്നത്. അങ്ങനെ ഇപ്പോൾ ഇതാ വാങ്ങിയിട്ടുണ്ട്, സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ഏതായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് ഞാൻ 150 ഗ്രാം ചോക്ലേറ്റ് എടുക്കുന്നുണ്ട്. അതിൽ 100 ഗ്രാം ഞാൻ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കിയുള്ള 50 ഗ്രാം അതെന്തിനാണെന്നുള്ളത് ഞാൻ വയ്യെ പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കലാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബട്ടറും കൂടി ഞാൻ എടുക്കുന്നുണ്ട്. അതും ഒരു 100 ഗ്രാമാണ് എടുക്കുന്നുള്ളത്. രണ്ടും കൂടിയിട്ട് ഇനി മെൽറ്റാക്കി എടുക്കണം. ഇതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡബിൾ ബോയിലാണ് ചെയ്തെടുക്കുന്നുള്ളത്. പിന്നെ ബ്രൗണി ഞാൻ അധികം ഉണ്ടാക്കലൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ തവണയാണ് ഉണ്ടാക്കുന്നുള്ളത്. ഫസ്റ്റ് ടൈം ഞാൻ ദുബൈയിലുള്ള ടൈമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് സക്സസ് ആയിട്ടുണ്ടേനു. ഇനി ഇതിപ്പോൾ എങ്ങനെയാവുമെന്നൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ചോക്ലേറ്റും ബട്ടറും കൂടി മെൽറ്റാകാൻ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 50 ഗ്രാം ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റത്തെ ആ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതാ ഡബിൾ ബോയിൽ ചെയ്ത ആ ചോക്ലേറ്റും ബട്ടറും കൂടി നല്ലപോലെ മെൽറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തണിയാൻ വേണ്ടിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. ആ ഒരു ടൈമിലേക്ക് ഞാൻ 3 മുട്ടയും 1 കപ്പ് പഞ്ചസാരയും കൂടിയിട്ട് മിക്സിയിൽ ഒന്ന് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ബീറ്റർ വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചധികം ടൈം എടുക്കുന്നതുകൊണ്ട് ഞാൻ മിക്സിയിൽ ചെയ്തെടുക്കുക. ഇനി 1 കപ്പ് മൈദയും 1/2 കപ്പ് കൊക്കോ പൗഡറും കൂടിയിട്ട് ഞാൻ നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും കട്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് അരിച്ചെടുത്തിട്ടുള്ളത്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ മെൽറ്റാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചോക്ലേറ്റില്ലേ, അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യലാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ ഹംദ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ഓൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. പക്ഷേ ഓൾ അധികം എൻ്റെ അടുത്താക്കിയില്ലേ എൻ്റെ പരിപാടി ഒന്നും നടക്കില്ല. അങ്ങനെ കുറച്ച് ടൈം അവിടെ നിർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഞങ്ങൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചോക്ലേറ്റില്ലേ, അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യലാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഞാൻ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. പിന്നെ ഈ ഒരു മിക്സി എൻ്റെ നല്ല
തിക്ക് ആയിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടി ലൂസ് ആവണേനു. പക്ഷെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. അതേപടി അങ്ങനെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിപ്പോൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കലാന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ടൈമൊക്കെ അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു 40 മിനിറ്റ് കുക്കാണ് വെച്ചിട്ടുള്ളത്. ആ ഒരു ടൈം ആകുമ്പോഴേക്കും കറക്റ്റ് ആവുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. എല്ലാം കഴിഞ്ഞ് ഞാൻ ലാസ്റ്റ് ടൈം ഒന്ന് നോക്കുമ്പോൾ അത് കറക്റ്റ് ടൈമാണ് കേട്ടോ. ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല. പിന്നെ എൻ്റെ ഈ ഒരു ബൗൾ എനിക്ക് വേറെ സ്ക്വയറായിട്ടുള്ള ഒരു പാത്രം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ആക്കിയിട്ടില്ല. അതുകൊണ്ട് ചെറിയ ചെരുവും വളവെല്ലാം കാണും, അത്ര നീറ്റ് ഉണ്ടാവില്ല. അങ്ങനെ ഇതാ ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഏകദേശം മുകളിൽ നല്ല ക്രിസ്പി ആയിട്ടും അത് സോഫ്റ്റ് ആയിട്ടുമാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിപ്പോൾ ചൂടോടുകൂടി, ഇപ്പം അല്ല, കുറച്ച് ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് കൂടുതൽ ടൈം അങ്ങനെ വെക്കും തോറും കുറച്ച് ഹാർഡായ പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നു. നല്ല പോലെയല്ല, എന്നാലും ആ ഒരു ആദ്യത്തെ സോഫ്റ്റ് അങ്ങനെ കിട്ടിയിട്ടില്ല എന്നേ ഉള്ളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു അതിൻ്റെ ബാറ്ററിൽ കുറച്ചും കൂടി ലൂസാക്കാമായിരുന്നു എന്ന് ഞാൻ തോന്നി. എന്നാലും കുഴപ്പമില്ല, ഓക്കെയാണ് കേട്ടോ. അങ്ങനെ ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കാണാൻ വലിയ ഷേപ്പും വൃത്തിയൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ. ഞാൻ ഇതൊരു എന്താ പറയുക, അധികം നല്ല തിക്നെസ്സിലായതുകൊണ്ട് തന്നെ അതിൻ്റെ ബാറ്ററി അത്ര വൃത്തിയിൽ കാണാനില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെയാണ്. പിന്നെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് എന്നോട് ഇടയ്ക്കിടെ പറയും ബ്രൗണി ആക്കാം, അതാക്കാം, ഇതാക്കാം എന്നുള്ള ഓളിങ്ങനെ പറയും. അപ്പോൾ ഓളെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നമുക്ക് കഴിക്കാനല്ലേ, അപ്പം അത്രയേ വേണ്ടൂ, ഓക്കെയാണ്. പിന്നെ ഇത് ചെയ്തെടുക്കാൻ ഈസിയാണ്. ചോക്ലേറ്റ് എല്ലാം കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പണി തീരും. പിന്നെ അതേപോലെ അവണോ പിന്നെ എയർ ഫ്രയറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. ഇതിന് ഇറങ്ങിയാൽ ഓക്കെയാണ്, പക്ഷേ അങ്ങ് ഇറങ്ങി കിട്ടാൻ കുറച്ച് പണിയുണ്ട്. അങ്ങനെ ഞാൻ ഹംദക്ക് തന്നെ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, ഓളെന്നെ മുഴുവൻ കഴിച്ചിട്ടുള്ളതും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആകുമ്പം ഹംദൻ്റെ ഒപ്പം കുറച്ച് ടൈം ഒരു കളി നിർബന്ധമാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ വാട്ടർ ബലൂണ് വെള്ളം നിറച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. അകത്ത് പൈപ്പിൽ നിന്ന് വെള്ളം നനക്കാൻ നിന്നാൽ ഫുള്ള് മൊത്തത്തിൽ അവിടെയെല്ലാം വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ മുറ്റത്ത് പോയിട്ട് എല്ലാം നിറച്ച് കെട്ടി വെച്ചിട്ടുണ്ടേനു. അങ്ങനെ കുറേ ടൈം ഓളപ്പുറം കളിയെല്ലാമായിട്ട് അങ്ങനെ പോയി. ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. താങ്ക് യു, ബൈ.